കൂത്തുപറമ്പ് സമരത്തോട് CPM-നുള്ള സമീപനം മാറിയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അവിടെ രവതാ ചന്ദ്രശേഖരനെ നിയമിച്ചത് സംബന്ധിച്ച് രവതാ ചന്ദ്രശേഖരന് ഏതെങ്കിലും തരത്തിൽ കുറവുകളുണ്ടോ കുഴപ്പമുണ്ടോ എന്നുള്ളതും ഞങ്ങളുടെ പോയിന്റ് അല്ല. അവിടെ DGP ആയിട്ട് രവതാ ചന്ദ്രശേഖർ വന്നതിലുള്ള പിഴവിനേക്കാൾ ഉപരി കൂത്തുപറമ്പ് രക്തസാക്ഷികളോടുള്ള CPM-ന്റെ സമീപനം മാറിയോ? ഒന്ന്. രണ്ട്, രവതാ ചന്ദ്രശേഖരനെ നിയമിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രയോറിറ്റി കൂത്തുപറമ്പിലെ രക്തസാക്ഷികളായിരുന്നില്ല, മറിച്ച് നരേന്ദ്രമോദിയോടുള്ള അദ്ദേഹത്തിന്റെ അടുപ്പമായിരുന്നു, പ്രധാനമന്ത്രിയോടുള്ള അടുപ്പമായിരുന്നു. പ്രധാനമന്ത്രിയുടെ ഇഷ്ടക്കാരനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ കേരളത്തിലെ DGP ആക്കുക എന്നുള്ളതായിരുന്നു അതിന് പുറകിലുള്ള പ്രധാനപ്പെട്ട അജണ്ട എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്. ഇപ്പോൾ ആ ഒരു ലിസ്റ്റിൽ UPSC അംഗീകരിച്ചിട്ടുള്ള ലിസ്റ്റിൽ രവതാ ചന്ദ്രശേഖർ മാത്രമല്ലല്ലോ ഉണ്ടായിരുന്നത്, നിതിൻ അഗർവാൾ എന്ന് പറയുന്ന വളരെ യോഗ്യനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. ആ നിതിൻ അഗർവാളിനെ ഒഴിവാക്കാൻ വേണ്ടി ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ കാരണം കേട്ട് ഞാൻ മൂക്കത്ത് വെൽവെച്ച് പോയി. എന്താ അദ്ദേഹം പറഞ്ഞത്? കേരളത്തിന്റെ മുഖ്യമന്ത്രി, ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത മുഖ്യമന്ത്രി പറയുകയാണ്, രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയണം. എന്താ പറഞ്ഞത്? നിതിൻ അഗർവാളിനെ ഒഴിവാക്കിയത്, നിതിൻ അഗർവാൾ നേരത്തെ BSF-ൽ ജോലി ചെയ്യുന്ന സമയത്ത് ഇൻഫിൽട്രേഷൻ കൂടിയതുകൊണ്ട് കേന്ദ്ര സർക്കാർ നടപടിയെടുത്ത ഉദ്യോഗസ്ഥനാണ് എന്നാണ് പറഞ്ഞത്. മുഖ്യമന്ത്രിക്ക് ഈ വിവരം എവിടുന്നാണ് കിട്ടിയത്? ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കേന്ദ്ര സർക്കാരോ BSF-ഓ ഔദ്യോഗികമായി ഇത്തരമൊരു വിശദീകരണം നൽകിയിട്ടേ ഇല്ല. അപ്പോൾ രാജ്യത്തെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായ, ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അങ്ങേയറ്റം സ്വകാര്യത സൂക്ഷിച്ചുകൊള്ളാം, അതൊരിക്കലും പുറത്തു പറയില്ല എന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് വന്നിട്ടുള്ള ഒരു മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് ഇത് കിട്ടിയിട്ടുള്ള വിവരമാണെങ്കിൽ അദ്ദേഹത്തിന് ഇത് പുറത്തു പറയാൻ അവകാശമില്ല. അങ്ങനെ ഇല്ലാത്ത അവകാശമാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്ന്. ഇനി അതല്ലെങ്കിൽ അദ്ദേഹം തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നിതിൻ അഗർവാൾ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനോട് BJP നേതൃത്വത്തിനും പ്രധാനമന്ത്രിക്കും നീരസമുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഒഴിവാക്കുക എന്നുള്ളത് പിണറായി വിജയനെ, നരേന്ദ്രമോദിയെ സുഖിപ്പിക്കാനുള്ള ഒരു അടവ് മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുമായി ഏറ്റവും അടുപ്പമുള്ള, പ്രധാനമന്ത്രി സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന, CBIയുടെ തലപ്പത്തുണ്ടായിരുന്ന ഒരാളെ കൊണ്ടുവന്ന് കേരളത്തിന്റെ DGP ആക്കുക എന്ന് പറഞ്ഞാൽ അത് BJP-യുമായിട്ടുള്ള ഒത്തുകളിയാണ്, RSS-ഉമായിട്ടുള്ള ഒത്തുകളിയാണെന്ന് ന്യായമായും സംശയിക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ മറുവശത്ത് കൂത്തുപറമ്പ് രക്തസാക്ഷികളെ നിങ്ങൾ എന്തുകൊണ്ട് മറന്നു എന്ന് CPM എല്ലാ സമയത്തും അവരുടെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ എന്ത് തന്നെ സംഭവിച്ചാലും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വൈകാരികമായിട്ടുള്ള ഒരു സമര പോരാട്ടത്തിന്റെ ഇതൊക്കെ അവർ പറയുന്ന ഒരു വലിയ പാരമ്പര്യം, അതല്ലെങ്കിൽ അവരുടെ പ്രവർത്തകരെ ആവേശഭരിതരാക്കാൻ ഉപയോഗിക്കുന്ന കൂത്തുപറമ്പ് സമരം, അതിലെ രക്തസാക്ഷികൾ, പുഷ്പൻ അടക്കമുള്ളവർ 5+1 അങ്ങനെ 6 പേർ, ആ 6 പേരെ നിങ്ങൾ മറന്നോ? അവർ നേരത്തെ മറന്നു, നമുക്കറിയാം. കൂത്തുപറമ്പ് സമരത്തിന് ആധാരമായിട്ടുള്ള സ്വാശ്രയ കോളേജ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നയമാറ്റി. കൂത്തുപറമ്പ് സമരത്തിന് ഞങ്ങൾ ആ സമരം നമുക്ക് ആ വിഷയത്തിലേക്ക് നമുക്ക് ഒന്നുകൂടെ